നമസ്കാരം എംപവർ ഫാമിലി മെമ്പേഴ്സ്. ഇന്ന് രാവിലത്തെ സൂമിൽ പറഞ്ഞൊരു കാര്യമാണ് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് HMFSൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ HMFS എവിടെ പോയാലാണ് HMFS കാണാൻ പറ്റുന്നതെന്നുള്ള ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ അക്കൗണ്ട് തുറന്നുകൊണ്ട് meta-force.space തുറന്നുകൊണ്ട് ഇൻ്റർഫേസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ മെനുവിൽ ടച്ച് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോം ബട്ടൺ നിൽക്കുക, അല്ലെങ്കിൽ കണക്റ്റ് വാലറ്റാണ് ചോദിക്കുന്നതെങ്കിൽ കണക്റ്റ് വാലറ്റ് ചെയ്തുകൊണ്ട് തുറന്നു കഴിഞ്ഞാൽ ഫോർ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. യുണൈറ്റ് വേഴ്സ് ഗെയിം ആപ്പ്, ടാക്റ്റിൽ ഗെയിം ആപ്പ്, റോയാലിറ്റി. അതിലാദ്യം കാണുന്ന യുണൈറ്റ് വേഴ്സ് ഗെയിം ആപ്പ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യുണൈറ്റ് വേഴ്സിൻ്റെ പേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഈ പേജ് റീലോഡ് ആയിക്കൊണ്ട് ആദ്യം നോർമൽ ലോഡിംഗ് ആണ്, അതിനുശേഷം ഈ പേജ് റീലോഡ് ആവും. റീലോഡ് ആകുന്നില്ല എങ്കിൽ ഇവിടെ നേരെ കാണുന്ന യുണൈറ്റ് വേഴ്സ് ഡെൽറ്റ എന്ന് കാണുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതിൽ 3 ലൈൻസായ മെനുവിൽ ടച്ച് ചെയ്തുകൊണ്ട് വാലറ്റ് പോയിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീലോഡ് ആവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ആകുന്നവരാണെങ്കിലും ഇനി റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ്, താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള ടിയർ ആക്ടിവേഷൻ പ്രോസസ്സ് കാണാം, എക്സ്റ്റൻഷൻ കാണാം. എക്സ്റ്റൻഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ കാണാൻ പറ്റും. രാവിലെ പറഞ്ഞ 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. HMFS ഇപ്പം ഡിസേബിൾ ആണ്, കാരണം HMFS സെഗ്മെൻറ്റിലേക്ക് നമ്മളെ MFS ഒന്നും വരാത്തതുകൊണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് 21 ദിവസം കഴിയുന്ന സമയത്ത് അത് വരുന്നതാണ്. നിലവിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷനായ MFS പ്ലസ് ഹോൾഡിംഗ് ബൈ ഡൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. എന്ന് പറഞ്ഞാൽ 3.6 പ്ലസ് 3.6 MFSന് വേണ്ടിയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഡൈ എന്ന് പറയുന്നത് 10 + 10 20 അതിൽ 10 MFS സാധാരണ ടിയർ എക്സ്റ്റൻഷൻ നടക്കുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടും മറ്റൊരു 10 ഡൈക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള 3.6 MFS സാധാരണ നടക്കുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടും റിന്യൂവൽ എക്സ്റ്റൻഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടും മറ്റൊരു 3.6 MFS 10 ഡൈക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ബൈ ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള MFS ബൈങ് പ്രോസസ്സ് നടന്നുകൊണ്ട് ഡയറക്റ്റ് HMFS സെഗ്മെൻറ്റിലേക്ക് അത് മൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള MFS ഒന്നും ഉപയോഗപ്പെടുത്താതെ തന്നെ നമുക്ക് ടിയർ എക്സ്റ്റൻഷൻ നടത്താനും, എക്സ്റ്റൻഷൻ നടത്തുന്ന സമയത്ത് ആ 20 ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് 10 നോർമൽ എക്സ്പെൻസിൻ്റെ കാര്യങ്ങളായിട്ട് പോവുകയും ബാക്കി 10 ഡൈക്ക് ഈക്വലൻ്റ് ആയിട്ട് 3.6 MFS നമ്മൾ അസറ്റിലേക്ക് കയറുകയും ചെയ്യും. രണ്ടാമത് കയ്യിലുള്ള MFS വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. കയ്യിൽ ഓൾറെഡി നമ്മൾ അൺഫ്രീസായി നിൽക്കുന്ന MFS എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. അത് ഓൾറെഡി അൺഫ്രീസായി നിൽക്കുന്ന 10%, വെസ്റ്റിങ്ങിന് 90% കഴിഞ്ഞിട്ടുള്ള ബാലൻസ് 10% ഉപയോഗപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഓപ്ഷൻ MFS വെസ്റ്റിംഗ് ആണ്. അത് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വൺ ടൈം ഓപ്ഷനാണ്. അത് നിങ്ങളുടെ കയ്യിൽ വെസ്റ്റിങ്ങിൽ കയറി നിൽക്കുന്ന MFS എത്രയാണോ അത് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അത് ചെയ്യുന്ന സമയത്ത് ഹോൾഡിലേക്ക് പോകാനുള്ള അഡീഷണൽ എടുക്കില്ല. ആ 10 ഡൈക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള 3.6 മാത്രമേ എടുക്കുകയുള്ളൂ. HMFS നാലാമത്തെ ഓപ്ഷൻ HMFS ആണ്. HMFS ഇപ്പോൾ നിലവിൽ ക്വാണ്ടിറ്റി അതിലേക്ക് HMFS ഇല്ലാത്തതുകൊണ്ട്, കാരണം ഇന്നലെ HMFS ലോഞ്ച് ആയിട്ടുള്ളൂ, ഇനീഷ്യൽ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 21 ദിവസം കഴിയുന്ന സമയത്ത് HMFS 1 സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കതവിടെ അവൈലബിൾ ആവും. ഇവിടെ ഈ പേജ് ക്ലോസ് ചെയ്തിട്ട് സാധാരണ മുകളിൽ തന്നെ യുണൈറ്റ് വേഴ്സ് ഡെൽറ്റയുടെ തൊട്ട് സൈഡിലായിട്ട് മെനു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. വാലറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് തന്നെ കാണാം ട്രാൻസ്ഫർ, ബൈ MFS, ഹോൾഡ് MFS, സെൽ MFS. ഇവിടെ ഹോൾഡ് MFS ആണ് നമ്മൾ ടച്ച് ചെയ്ത് തുറക്കേണ്ടത്. ഹോൾഡ് MFS തുറന്നു കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ HMFSലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷെഡ്യൂളിൽ കയറി നിൽക്കുന്നത് ഫസ്റ്റ് ടിയറും സെക്കൻഡ് ടിയറും തേർഡ് ടിയറും ഞാൻ ഇന്നലെ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് അത് ഡൈ ഉപയോഗിച്ച് ചെയ്തതുകൊണ്ട് എൻ്റെ ആദ്യത്തെ ടിയറിനും 3.6ഉം രണ്ടാമത്തെ ടിയറിനും 7.2ഉം മൂന്നാമത്തെ ടിയറിനും 14.1ഉം MFS എനിക്ക് ഒരു അഡീഷണൽ ബൈ ആയിട്ട് വന്നുകൊണ്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് എടുക്കാനുള്ള പ്രോസസ്സ് ആയിട്ടില്ല. 21 ദിവസം കഴിയുന്ന സമയത്ത് ഹോൾഡ് MFS അവൈലബിൾ ആവും. ക്ലിയർ? ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഹോൾഡ് MFSഉം മുകളിൽ കാണാം ഹോൾഡ് MFSഉം ഹോൾഡ് HMFSഉം. ഇപ്പം ഹോൾഡ് MFS ഉദ്ദേശിക്കുന്നത് അൺഫ്രീസ് ആയിട്ട് നമ്മളെ കയ്യിൽ നിൽക്കുന്ന MFS ആണ്. ഇവിടെ എൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എനിക്ക് മാക്സിമം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത് അൺഫ്രീസ് ആയിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ്. തൽക്കാലം ഞാനൊരു 500 MFS എന്ത് ചെയ്യാണ്, ഹോൾഡിലേക്ക് മാറ്റുകയാണ്. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്മാർട്ട് കോൾ വരും. ഞാൻ അപ്രൂവൽ കൊടുത്തു, കൺഫർമേഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് എൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്നും 500 പീസ്, അതായത് അൺഫ്രീസായി നിൽക്കുന്ന 90% വെസ്റ്റിങ്ങിന് പോയിട്ട് ബാക്കിയുള്ള 10%-ത്തിലുള്ള അൺഫ്രീസ് ക്വാണ്ടിറ്റിയിൽ നിന്നും 500 MFS ഞാൻ എന്തിലേക്ക് മാറ്റി, HMFSലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ കാണാൻ നിങ്ങൾക്ക് മൂന്നാമതൊരു ക്വാണ്ടിറ്റി, നേരത്തെ 3.6ഉം 7.2ഉം 14.4ഉം മാത്രമാണ് ഉണ്ടായിരുന്നത്. അഞ്ചാമതായിട്ട് ഒരെണ്ണം കൂടി എന്ത് കയറി വന്നു, 500 പീസും കൂടി HMFS സെഗ്മെൻറ്റിലേക്ക് കയറി വന്നു. അപ്പോൾ ഇങ്ങനെയാണിത് മാറ്റുന്നത്. ഇത് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.